ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലിൻ്റെ കളക്ഷനുകളാണ്. നമുക്കപ്പോൾ ഒന്ന് ഓരോന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വരുന്നത് ഓണിയൻ പിങ്ക് കളറിലുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ലക്നവി എംബ്രോയിഡറി ഡിസൈനിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനും ലീഫിൻ്റെ പാറ്റേണിലാണ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഡാമൻ പോർഷനിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ യോക്കിൽ കൂടാതെ ബാക്കി ബോഡി പോർഷനിലും ഈ എംബ്രോയിഡറി ഡിസൈൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ. എംബ്രോയിഡറി ഡിസൈൻ ഇല്ല, പ്ലെയിൻ ആയിട്ട് ഇതേ വർക്ക് തന്നെ വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ ബോട്ടം ഷാൻഡൂൺ ബോട്ടമാണ്. കൂടെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ദുപ്പട്ട ഇതിന് ഏറ്റവും അടിപൊളി ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ആ എംബ്രോയിഡറി അതേ ഡിസൈൻ ചെയ്ത് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ. സോഫ്റ്റ് ഓർഗൻസ ആയ കാരണം ഇങ്ങനെ ഒതുങ്ങി കിടക്കും. ആർക്കും ഇടാനുള്ള സുഖമായിട്ട് രണ്ട് സൈഡിലൊക്കെ ഇടാനുള്ള തീരുമാനം കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടാം. നല്ല അടിപൊളി ഷോളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളറുകൾ കാണാം. ഇതാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത്. ഇതിൻ്റെ മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. എംബ്രോയിഡറി ഡിസൈൻ എല്ലാത്തിലും ഒരുപോലെയൊക്കെ തന്നെ കേട്ടോ. ഇതിൻ്റെ ബോട്ടം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും രണ്ട് സൈഡ് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ, ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ പ്രിൻ്റ് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ഒലിവ് ഗ്രീൻ കളറ് ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നെക്സ്റ്റ് വേറൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രീൻ ഡിസൈൻ. ഇതാണ് ഇതിൻ്റെ ബോട്ടം ആൻഡ് ലൈനിങ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഇനി നമുക്ക് ഇതേ മെറ്റീരിയലിൽ തന്നെ നേരത്തെ കാണിച്ചു തന്ന മെറ്റീരിയലിൻ്റെ ഡിസൈന് കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ച് വലിപ്പ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കേട്ടോ. മെറ്റീരിയൽ സെയിം തന്നെ, വർക്കും ഒക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഡിസൈന് മാത്രം കുറച്ച് വ്യത്യാസം. ഈ പൂവിൻ്റെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇതൊരു ആഷും ബ്ലൂവും കൂടി ബെൻഡായിട്ടുള്ളൊരു കളറാട്ടോ. ഇതിൻ്റെയൊക്കെ ശരിക്കും കളറ് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറ്. ഈ മെറ്റീരിയലുകളുടെ റേറ്റ് വരുന്നത് 1680 കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടുത്ത കളറ്. നല്ല ഭംഗിയുള്ള ആഷും പിന്നെ ചെറിയൊരു റെഡും ലൈറ്റ് യെല്ലോ കൂടിയ കളറ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം ഓഫ് വൈറ്റ് യെല്ലോയും കൂടിയൊരു ഷെയ്ഡ്. ഇതിൻ്റെ ഷോള് ഇതുപോലെ തന്നെ എനിക്ക് കാണിച്ചു തരാം. സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഇതുപോലെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. നല്ല നീളമുള്ള ദുപ്പട്ട കേട്ടോ. രണ്ട് സൈഡിലുള്ളവർക്ക് രണ്ട് സൈഡിലിടാം. അത് വൺ ലെയർ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഇനി ഇതിൻ്റെ
ഇതേ ഡിസൈനിൽ തന്നെ നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കേട്ടോ. ഇതാണ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ കേട്ടോ. ഇതിന് കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ലൈനിങ്. ഇനി ലാസ്റ്റ് വരുന്നത് വേറൊരു കളറാണ്. ഈ കളറ് നമ്മുടെ മസ്റ്റാർഡ് യെല്ലോക്കാളും ലൈറ്റ് കളർ, കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ചിലപ്പോൾ വീഡിയോസിനേക്കാളും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നന്നായി കൂടുതൽ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കളർ. ബ്രിക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനേക്കാളൊക്കെ ലൈറ്റ് കളർ. ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.